എല്ലാവർക്കും ഡോഗ് സ്റ്റാർ ലൈനിലേക്ക് സ്വാഗതം. നമ്മുടെ SCERT സീരീസിലെ മറ്റൊരു ലെസണുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ അളവുകളും യൂണിറ്റുകളും എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമായിട്ടൊരു ധാരണ ഉണ്ടാകേണ്ടത് അടിസ്ഥാന യൂണിറ്റുകൾ എന്താണ്, വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നീളം എന്നത് നോക്കാം. നീളം എന്ന് പറയുന്നത് നീളം അഥവാ ലെങ്ത് അല്ലെങ്കിൽ ദൂരം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലെങ്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നീളം അളക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മീറ്റർ ആണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. അത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പ്രതീകം എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ എം ആണ്. നീളത്തിൻ്റെ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന പ്രതീകം എന്ന് പറയുന്നത് സ്മോൾ എം ആണ് പ്രതീകം എന്ന് പറയുന്നത്. ഇനി നീളത്തിൻ്റെ തന്നെ പല യൂണിറ്റുകൾ നമുക്കറിയാം. നമ്മൾ ദൂരമൊക്കെ പറയുമ്പോൾ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരമൊക്കെ പ്രസ്താവിക്കുമ്പോഴത്തേക്ക് മീറ്ററിൻ്റെ വലിയ യൂണിറ്റ് ആയിട്ടുള്ള കിലോമീറ്ററാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ പല സാഹചര്യങ്ങളിൽ നമ്മൾ പല യൂണിറ്റുകളാണ് ഉപയോഗിക്കാറുള്ളത്. പല പല സാഹചര്യങ്ങളിൽ നമ്മൾ പല പല യൂണിറ്റുകളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നീളത്തിൻ്റെ വ്യത്യസ്ത അളവുകൾ ഏതൊക്കെയാണ്? നമുക്ക് ചെറിയ അളവുകളുമുണ്ട്, വലിയ അളവുകളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏതാണ്? മീറ്ററാണ് നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഓരോ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകളും നീളത്തിൻ്റെ വലിയ യൂണിറ്റുകളും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾക്ക് ഉദാഹരണമാണ് സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ എന്നിവയൊക്കെ നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾക്ക് ഉദാഹരണമാണ്. അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ നാനോമീറ്ററിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്ന് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. 1 നാനോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁹ മീറ്ററിന് തുല്യമാണ്. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററിന് തുല്യമാണ്? 10⁻⁹ മീറ്ററുകൾക്ക് തുല്യമാണ് 1 നാനോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് 1 മൈക്രോമീറ്റർ ആണ്. 1 മൈക്രോമീറ്റർ 1 മൈക്രോമീറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് 1 മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁶ മീറ്റർ ആണ്. ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻6 മീറ്ററിന് ഈക്വൽ ആണ്. എന്നാൽ അത് കഴിഞ്ഞുള്ളൊരു മറ്റൊരു ചെറിയ യൂണിറ്റാണ് മില്ലിമീറ്റർ. മില്ലിമീറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് 10⁻⁻3 ആണ് വരുന്നത്. -3 മീറ്റർ ആണ് വരുന്നത്. എന്നാൽ സെൻറ്റിമീറ്റർ ആകുമ്പോഴത്തേക്ക് അതെന്തായി? 10⁻⁻2 മീറ്ററുകൾക്ക് തുല്യമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ചെറിയ യൂണിറ്റാണ് ഫെംറ്റോമീറ്റർ. അതുപോലെ തന്നെ പൈക്കോമീറ്റർ. ഇങ്ങനെയുള്ള ചെറിയ യൂണിറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പൈക്കോമീറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് 10⁻12 ആണ്. ഫെംറ്റോയിലേക്ക് വരുമ്പോഴത്തേക്ക് 10⁻15 ആണ് വരുന്നത്. അപ്പം നാനോമീറ്റർ വരെയുള്ള കാര്യങ്ങളെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നീളം അളക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, അതുപോലെ തന്നെ നാനോമീറ്റർ. അതിൽ മൈക്രോമീറ്ററും നാനോമീറ്ററും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന വലിയ യൂണിറ്റുകളുണ്ട്. ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന വലിയ യൂണിറ്റുകൾക്ക് ഉദാഹരണമാണ് കിലോമീറ്റർ എന്ന് പറയുന്നത്. രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം രേഖപ്പെടുത്താനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഇത് കിലോമീറ്റർ എന്ന് പറയുന്നത്. എന്നാൽ അതിലും കൂടുതൽ ദൂരം, അതിലും വലിയ ദൂരങ്ങൾ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ആകാശഗോളങ്ങൾ തമ്മിലുള്ള ദൂരം, അതുപോലെ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മറ്റ് ചില യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനെ ബേസ് ചെയ്തും PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് വലിയ ദൂരങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. വലിയ ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. അതുപോലെ തന്നെ വലിയ ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത്. പാരലാക്റ്റിക് സെക്കൻഡ് അഥവാ അത് നമ്മൾ പറയുന്ന പേരാണ് പാഴ്സെക് എന്ന് പറയും. പാരലാക്റ്റിക് സെക്കൻഡ് അഥവാ എന്താണ്? പാഴ്സെക്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെങ്കിലും ലൈറ്റ് ഇയർ ആണെങ്കിലും പാഴ്സെക് ആണെങ്കിലും PSC ആവർത്തിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. പ്രകാശവർഷം എന്നത് പറയുന്നത് എന്തിൻ്റെ ഏകകമാണെന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ്. പ്രകാശവർഷം എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അതുപോലെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതും ദൂരം അളക്കുന്നതാണ്. പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ദൂരം അളക്കുന്ന യൂണിറ്റാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തെയാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഏകദേശം 15 കോടി കിലോമീറ്ററിന് തുല്യമാണ്. അപ്പോൾ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററുകൾക്ക് തുല്യമാണ്? 15 കോടി കിലോമീറ്ററിന് തുല്യമാണ് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്.
ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഭൂമിക്കും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തെയാണ് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് എത്ര കിലോമീറ്ററിന് തുല്യമാണെന്ന് നമ്മൾ പഠിച്ചത്? ഏകദേശം 15 കോടി കിലോമീറ്ററുകൾക്ക് തുല്യമാണ്. ഇനി പ്രകാശ വർഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം. നമുക്കറിയാം പ്രകാശത്തിന്റെ വായുവിലെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? പ്രകാശത്തിന്റെ വായുവിലെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ വേഗതയിൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് 1 ലൈറ്റ് ഇയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി പാഴ്സക്കിലേക്ക് വരുമ്പോഴത്തേക്ക് പാഴ്സക്ക് എന്ന് പറയുന്നത്, പാഴ്സക്കിനെയും ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഒരു പാഴ്സക്ക് എന്ന് പറയുന്നത് 1 പാഴ്സക്ക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയറിന് തുല്യമാണ്, പ്രകാശ വർഷങ്ങൾക്ക് തുല്യമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 പാഴ്സക്ക് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയേഴ്സ്. അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. അടുത്തത് നമ്മൾ ദൂരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത മാസിനെ കുറിച്ച്, അതായത് പിണ്ഡത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിന് പറയുന്ന പേരാണ് അതിൻ്റെ പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്ത് വിളിക്കുന്നത്? മാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു പോയിന്റാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് അഥവാ പിണ്ഡം. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ പിണ്ഡം അളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കിലോഗ്രാം ആണ്. പിണ്ഡം അളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമും അതിന്റെ പ്രതീകം എന്ന് പറയുന്നത് kg ആണ്. ഓർത്തിരിക്കുക, പിണ്ഡം അളക്കുന്ന അല്ലെങ്കിൽ മാസ് അളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം, പ്രതീകം kg. ഇനി മാസിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം എന്ന് പറഞ്ഞു. ഈ കിലോഗ്രാമിന്റെ തന്നെ പല വ്യത്യസ്ത യൂണിറ്റുകൾ, വലുതും ചെറുതുമായിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ മാസ് അളക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ പിണ്ഡം അളക്കാൻ വലുതും ചെറുതുമായിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഏതൊക്കെയെന്നാണ്? അപ്പം മില്ലിഗ്രാം ആണ് ആദ്യത്തെ എന്ന് പറയുന്നത്. മില്ലിഗ്രാമിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁻6 കിലോഗ്രാമിന് തുല്യമാണ്. ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁻6 കിലോഗ്രാമിന് തുല്യമാണ്. അല്ലെങ്കിൽ 1/10⁻⁶ കിലോഗ്രാമിന് തുല്യമാണ് ആരെന്ന് പറയുന്നത്? 1 മില്ലിഗ്രാം എന്ന് പറയുന്നത്. ഇനി ഗ്രാമിലേക്ക് വരുമ്പോഴത്തേക്ക് 1/10⁻³ അഥവാ 10⁻³ കിലോഗ്രാം ആണ്. 1/10⁻³ കിലോഗ്രാം അഥവാ 10⁻³ കിലോഗ്രാം ആണ് 1 ഗ്രാം എന്ന് പറയുന്നത്. ഇനി മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ യൂണിറ്റ് ആണ് കിൻഡൽ എന്ന് പറയുന്നത്. കിൻഡലിലേക്ക് വരുമ്പോഴത്തേക്ക് മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ യൂണിറ്റ് ആണ് കിൻഡൽ എന്ന് പറയുന്നത്. 100 കിലോഗ്രാം ആണ് ഒരു കിൻഡൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും 10⁻² കിലോഗ്രാം ഈക്വൽ ടു എന്ത് പറയാം? 1 കിൻഡൽ എന്ന് പറയാൻ സാധിക്കും. 1 കിൻഡൽ എന്ന് പറയാൻ സാധിക്കും. വലിയ യൂണിറ്റുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ചെറിയ യൂണിറ്റുകൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന വലിയ യൂണിറ്റ് ആണ് കിൻഡൽ. 100 കിലോഗ്രാം ആണ് ഒരു കിൻഡൽ എന്ന് പറയുന്നത്. അടുത്ത വലിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് ടണ്ണാണ്. ടണ്ണിലേക്ക് വരുമ്പോഴത്തേക്ക് 1000 കിലോഗ്രാം ആണ്. 1000 കിലോഗ്രാം ആണ് ഒരു ടൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാൻ സാധിക്കും 10⁻³ കിലോഗ്രാം ആണ്. 10⁻³ കിലോഗ്രാം ആണ് ആരെന്ന് പറയുന്നത്? ഒരു ടൺ എന്ന് പറയുന്നത്. ഇനി സമയമാണ് അടുത്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സമയമാണ്. സമയം അളക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സമയം അളക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ആണ്. അതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് എസ് ആണ്. സ്മോളസ് ആണ് പ്രതീകം എന്ന് പറയുന്നത്. സമയം അളക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡും അതിൻ്റെ പ്രതീകം എസുമാണ്. ഇനി സമയം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് സോളാർ ദിനം അഥവാ സോളാർ ഡേ എന്ന് പറയുന്നത്. എന്താണ് സോളാർ ദിനം അഥവാ സോളാർ ഡേ എന്ന് ചോദിച്ചാൽ എത്രയേ ഉള്ളൂ? ഒരു ദിവസം നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം, അതായത് ഇന്ന് 12 മണി മുതൽ അടുത്ത ദിവസം 12 മണി വരെയുള്ള ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയമാണ് ഒരു സോളാർ ഡേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് അറിഞ്ഞു പോകണം കേട്ടോ. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പറയുന്നത് അടിസ്ഥാന യൂണിറ്റുകളെ കുറിച്ചാണ്. ഈ അടിസ്ഥാന യൂണിറ്റുകളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ക്വാണ്ടിറ്റീസിനെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. എന്താണ് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അഥവാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മലയാളമാണ്. അടിസ്ഥാന അളവുകൾ എന്ന് പറയും.
ഈ അടിസ്ഥാന അളവുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളെ വിളിക്കുന്ന പേരാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയും. ഓർത്തിരിക്കുക, മറ്റ് പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ സാധിക്കാത്തതുമായ കേവല അളവുകളാണ് എന്ത്? അടിസ്ഥാന അളവുകൾ. ഈ അടിസ്ഥാന അളവുകൾ എക്സ്പ്രസ് ചെയ്യാൻ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റീസ് 2 ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആ ക്വാണ്ടിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് 2 ടൈപ്പ് യൂണിറ്റ്സും ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഉണ്ടാവും, ഡെറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ടാവും. അതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ആണ് എന്ത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അഥവാ അടിസ്ഥാന അളവുകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഈ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിക്കൊണ്ട് നിലവിൽ വന്നിരിക്കുന്ന പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയും. അതിനെ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ചുരുക്കെഴുത്താണ് SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. SI യൂണിറ്റ്സ്. അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിക്കൊണ്ട് നിലവിൽ വന്നിരിക്കുന്ന പദ്ധതിയാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. SI സിസ്റ്റം എന്താണ്, അതിലെ അടിസ്ഥാന യൂണിറ്റുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. SI സിസ്റ്റത്തിലെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് 7 എണ്ണമാണ്. 7 അടിസ്ഥാന അളവുകളാണ് ഇവിടെയുള്ളത്, SI സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ ഈ 7 അടിസ്ഥാന അളവുകളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് 7 അടിസ്ഥാന യൂണിറ്റുകളും എവിടെ ഉണ്ടായിരിക്കണം? SI യൂണിറ്റ് സമ്പ്രദായത്തിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ SI പദ്ധതിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത എന്നിങ്ങനെ 7 അടിസ്ഥാന അളവുകളാണുള്ളത്. അപ്പോൾ ഈ 7 അടിസ്ഥാന അളവുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നീളത്തിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്, മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, സമയത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, വൈദ്യുത പ്രവാഹ തീവ്രത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്, താപനില രേഖപ്പെടുത്തുന്ന യൂണിറ്റ് കെൽവിൻ, അതുപോലെ പദാർത്ഥത്തിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്യാൻഡലയാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ക്യാൻഡലയാണ്. ഓക്കെ, അപ്പോൾ ഈ അടിസ്ഥാന അളവുകളും അടിസ്ഥാന യൂണിറ്റുകളും പഠിച്ചു വെക്കണം. ഇവിടുന്ന് ഈ സമയമല്ല, ഈ 4, 5, 6 വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൂടാതെ ഈ എണ്ണം കൂടെ ഓർത്തിരുന്നോണം. അടിസ്ഥാന അളവുകളുടെ എണ്ണം SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്, അല്ലെങ്കിൽ SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റിനകത്തൊക്കെ തരാവുന്നതാണ് കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറയുന്നത് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. വ്യുൽപ്പന്ന യൂണിറ്റുകൾ അഥവാ എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ എത്രയേ ഉള്ളൂ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് പ്രസ്താവിക്കുന്ന അളവുകൾ, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ എത്രയേ ഉള്ളൂ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ച് പ്രസ്താവിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വ്യുൽപ്പന്ന അളവുകൾ അഥവാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ വ്യുൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാന്ദ്രതയുടെ യൂണിറ്റ്, സാന്ദ്രത നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത്, സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ രണ്ട് അടിസ്ഥാന ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രസ്താവിച്ചതാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തതാണ് ഇതിനെ സാന്ദ്രത. സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അതായത് മാസ് ബൈ വോളിയം ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ മാസ് ബൈ വോളിയം ആകുമ്പോഴത്തേക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് സാന്ദ്രതയുടെ അഥവാ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, വ്യുൽപ്പന്ന യൂണിറ്റിന് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. സാന്ദ്രത പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്? ഈ യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ്. ഈ യൂണിറ്റുകളുടെ വെറുതെ അങ്ങ് യൂണിറ്റ് എഴുതാൻ പറ്റില്ല. നമുക്ക് അതിന് ചില അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിച്ചുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അവ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് യൂണിറ്റുകളുടെ പ്രതീകം സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരം ഉപയോഗിച്ച് വേണം എഴുതാനായിട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മീറ്ററിലുള്ളൊരു യൂണിറ്റ് പറയുകയാണെങ്കിൽ 100 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 100 സ്മോൾ m വേണം എഴുതാനായിട്ട്. അല്ലാതെ 100 മീറ്റർ എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ M എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ യൂണിറ്റുകൾ എഴുതുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേണം എഴുതാനായിട്ട്. തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീറ്റർ ആണെങ്കിൽ സ്മോൾ m ഉപയോഗിക്കണം, സെക്കൻഡ് ആണെങ്കിൽ സ്മോൾ s ഉപയോഗിക്കണം, കിലോഗ്രാം ആണെങ്കിൽ സ്മോൾ kg ആണ് സിമ്പിളായിട്ട് നമ്മൾ പ്രതീകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നിയമം മനസ്സിലായല്ലോ. യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതേണ്ടത്.
അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു യൂണിറ്റുകൾ എഴുതുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചെറിയ അക്ഷരങ്ങൾക്ക് പകരം വലിയ അക്ഷരം ഉപയോഗിക്കാറുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. വ്യക്തിയുടെ പേരിൽ നിന്ന്, ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആ സയൻറ്റിസ്റ്റിനോടുള്ള സ്മരണാർത്ഥം ആ യൂണിറ്റിന് പേര് നൽകിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തുപയോഗിക്കണം? വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാറുണ്ട്. അതെപ്പോഴാണ്? വ്യക്തികളുടെ പേരിൽ നിന്നും ഉടലെടുത്ത യൂണിറ്റുകൾക്കാണ് അങ്ങനെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് യൂണിറ്റ് എഴുതുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ട് എന്ന യൂണിറ്റ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ നേരത്തെ കഴിഞ്ഞ നമ്മുടെ LDC മിഷൻ സെഷനകത്ത് നമ്മൾ പഠിച്ചതാണ്, യൂണിറ്റുകളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ വോൾട്ട് എന്ന യൂണിറ്റ് ക്യാപിറ്റൽ V ആണ് ഉപയോഗിക്കുന്നത്. ഈ വോൾട്ട് എന്ന യൂണിറ്റ് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അലസാൻഡ്രോ വോൾട്ട എന്ന സയൻറ്റിസ്റ്റിനോടുള്ള സ്മരണാർത്ഥമാണ് വോൾട്ട് എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് ആ യൂണിറ്റ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ക്യാപിറ്റൽ V ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മർദ്ദം അളക്കുന്ന യൂണിറ്റ് നമുക്കറിയാം. മർദ്ദം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പാസ്കലാണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പാസ്കലാണ്. അപ്പോൾ പാസ്കൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ PA എന്നാണ് രേഖപ്പെടുത്തുന്നത്. ക്യാപിറ്റൽ P സ്മോൾ a ആണ്. അപ്പോൾ അതും ബ്ലെയ്സ് പാസ്കൽ എന്ന സയൻറ്റിസ്റ്റിനോടുള്ള സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് പാസ്കൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അതും ആദ്യത്തെ അക്ഷരം എന്താണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വലിയ അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് രേഖപ്പെടുന്നത്. പിന്നെ അതുപോലെ ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ബലം രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് ഏത്? ന്യൂട്ടൺ. ഐസക് ന്യൂട്ടനോടുള്ള സ്മരണാർത്ഥമാണ് ആ യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വലിയ അക്ഷരം ഉപയോഗിച്ചാണ് അതിൻ്റെ യൂണിറ്റ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ കാര്യം ക്ലിയർ ആണല്ലോ. സാധാരണയായി യൂണിറ്റുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരം ഉപയോഗിച്ചാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരം ഉപയോഗിക്കാറുണ്ട്. എപ്പോഴാണ്? വ്യക്തികളുടെ പേരിൽ നിന്ന് യൂണിറ്റ് നൽകിയിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളോടുള്ള സ്മരണാർത്ഥം വ്യക്തികളുടെ പേരിൽ നിന്നാണ് ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ആ യൂണിറ്റ് നൽകിയിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരം ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് പ്രതീകത്തിനു പകരം യൂണിറ്റുകളുടെ പേരെഴുതുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. അത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ പ്രതീകം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ന്യൂട്ടൺ നമ്മൾ പറഞ്ഞു, ശരിയല്ലേ? ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീകം ഉപയോഗിക്കുമ്പോൾ N എന്നാണ്, ക്യാപിറ്റൽ N എന്നാണ് എഴുതുന്നത്. ഇപ്പോൾ ഒരു 10 ന്യൂട്ടൺ എന്ന് പറയുകയാണ്. 10 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ പ്രതീക സമ്പ്രദായം ഉപയോഗിച്ചതാണെങ്കിൽ 10 N എന്ന് എഴുതിയാൽ 10 ന്യൂട്ടൺ N എന്ന് കൊടുത്താൽ മതി. എന്നാൽ പ്രതീകത്തിന് പകരം നമ്മളവിടെ ന്യൂട്ടൺ എന്ന് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പാടില്ല, ക്യാപിറ്റൽ ഉപയോഗിച്ച് എഴുതാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതിന് പകരം എന്തെഴുതണം? സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് വേണം നമ്മൾ എഴുതാണ്ട് 10 ന്യൂട്ടൺ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉദാഹരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കെൽവിൻ രേഖപ്പെടുത്തുന്നത് ക്യാപിറ്റൽ ഉപയോഗിച്ച് കെൽവിൻ എന്ന് രേഖപ്പെടുത്തിയാൽ തെറ്റാണ്. അതൊരു വ്യക്തിയുടെ പേരിൽ നിന്ന് നൽകിയിരിക്കുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ വേണം ഉപയോഗിക്കാനായിട്ട്. ന്യൂട്ടണും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് എഴുതുന്നത് തെറ്റാണ്, സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് വേണം എഴുതാനായിട്ട്. അപ്പോൾ പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേരാണ് എഴുതുന്നതെങ്കിൽ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കാൻ പാടില്ല. മീറ്റേഴ്സ്, കിലോഗ്രാംസ് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണ് 10 കിലോഗ്രാംസ്, അങ്ങനെ പറയാൻ സാധിക്കില്ല, അത് തെറ്റാണ്. 10 കിലോഗ്രാം അതാണ് ശരിയായിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത്. 75 സെൻറ്റിമീറ്റേഴ്സ് തെറ്റാണ്, 75 സെൻറ്റിമീറ്റർ ആണ് ശരി. 100 മീറ്റേഴ്സ് അല്ലെങ്കിൽ MS എന്ന് ഉപയോഗിക്കുകയാണ്. 100 മീറ്റേഴ്സ് തെറ്റാണ്, 100 മീറ്റർ എന്നേ എഴുതാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ബഹുവചനം ഉപയോഗിക്കാൻ പാടില്ല. എവിടെ? പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കാൻ പാടില്ല. ഇനി അഞ്ചാമത്തെ നിയമം പറയുന്നതേ ഉള്ളൂ. ഒരു വാക്യത്തിൻ്റെ അവസാനത്തിലല്ലാതെ പ്രതീകത്തിന് ശേഷം കുത്ത്, കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു വാക്യത്തിൻ്റെ അവസാനത്തിന് ശേഷം അല്ലാതെ കുത്ത്, കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ അതേണ്ട ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? ഒരു മേശയുടെ നീളം 75 സെൻറ്റിമീറ്റർ ആണ്. അത് ആണ്, അല്ലെങ്കിൽ ആ സെൻറ്റൻസ്, ആ വാക്യം അവിടെ അവസാനിക്കുകയാണ്, അവിടെ മാത്രമേ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ മേശയുടെ നീളം 75 അത് കഴിഞ്ഞ് കുത്ത് കൊടുത്ത് ആണെന്ന് എഴുതാൻ പാടില്ല, അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ആ വാക്യം അവസാനിക്കുമ്പോൾ മാത്രമേ കുത്ത്, കോമ എന്നിങ്ങനെയുള്ള സിമ്പിൾസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ആറാമത്തെ നിയമം പറയുന്നതാണ് വ്യുൽപ്പന്ന യൂണിറ്റുകളുടെ പ്രതീകം എഴുതുമ്പോൾ ഹരണം സൂചിപ്പിക്കുന്നതിന് ഒരു ചെരിഞ്ഞ വര ഉപയോഗിക്കുന്നു. വ്യുൽപ്പന്ന യൂണിറ്റുകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഡെൻസിറ്റി എന്ന് പറയുന്നത്
മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എഴുതുമ്പോഴത്തേക്ക് മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമും വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ ക്യൂബുമാണ്. അപ്പോൾ ഇവിടെ മാസ് ബൈ ഹരണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹരണത്തെ സൂചിപ്പിക്കാനായിട്ട് ഒരു ചെറിഞ്ഞ വര ഉപയോഗിക്കുന്നു. ചെറിഞ്ഞ വര ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് നമുക്ക് യൂണിറ്റ് എഴുതാൻ സാധിക്കും. ഇനി ഒരു വ്യുൽപ്പന്ന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചെരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു വ്യുൽപ്പന്ന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചെരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇപ്പം ആക്സിലറേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഈ വെലോസിറ്റി നമുക്കറിയാം, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ ബൈ സെക്കൻഡ് ആണ്. അതേ ബൈ സെക്കൻഡ് എന്ന് വരുമ്പോൾ മീറ്റർ ബൈ ഇങ്ങനെ പെർ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് ആണ് വരുന്നത്. അതിന് നമ്മൾ രണ്ട് ചെരിഞ്ഞ വരകൾ ഉപയോഗിച്ച് ഇതുപോലെ എഴുതാൻ സാധിക്കില്ല. അത് തെറ്റായിട്ടുള്ളൊരു കീഴ്വഴക്കമാണ്. അതിന് പകരം എന്തെഴുതണം, ആ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് എന്നാണ് സെക്കൻഡ് സ്ക്വയർ എന്ന് വേണം നമ്മൾ എഴുതാനായിട്ട്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ വ്യുൽപ്പന്ന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചെരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി അടുത്ത നിയമം പറയുന്നത് ഇതാണ്: മറ്റ് യൂണിറ്റുകളുടെ ഗുണിതമായി പ്രസ്താവിക്കപ്പെടുന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തിടുകയോ അല്ലെങ്കിൽ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇസിക്വൽ ടു മാസ് ഇൻറ്റു എന്താണ്, ആക്സിലറേഷനാണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ അതിൻ്റെ യൂണിറ്റിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം ഇൻറ്റു ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഇതാണ്ട് ഇവിടെ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നൊരു യൂണിറ്റ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നൊരു യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ എന്തെഴുതണം, ഒന്നെങ്കിൽ കുത്തു കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഒരു സ്പേസ് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗുണിതങ്ങളായി യൂണിറ്റുകളെ പ്രസ്താവിക്കുമ്പോൾ വ്യുൽപ്പന്ന യൂണിറ്റുകൾക്കിടയിൽ കുത്ത് അഥവാ സ്പേസ് നൽകേണ്ടതാണ്. ഇനി അടുത്ത നിയമം പറയുന്നതാണ്: യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഒരു വ്യുൽപ്പന്ന യൂണിറ്റിൽ ഇടകലർത്തി ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ നോക്കി, തെറ്റായിട്ടുള്ള കേസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലായിരുന്നു ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അതിലെ കിലോഗ്രാമിനെ പേരായിട്ട് കിലോഗ്രാം എന്ന് എഴുതിയിട്ട് പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാൻ നമുക്ക് സാധിക്കില്ല. അതിന് പകരം ഒന്നെങ്കിൽ പ്രതീകമായിട്ട് അതിനെ എഴുതണം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് തന്നെ എഴുതണം, അത് ശരിയാണ്. അല്ലെങ്കിൽ രണ്ടും പേരായിട്ട് തന്നെ എഴുതണം, കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് എഴുതിയാലും ശരിയാണ്. അല്ലാതെ ഒന്ന് പ്രതീകവും ഒന്ന് പേരുമായിട്ട് നമുക്ക് എഴുതുന്ന ശരിയായിട്ടുള്ള രീതിയല്ല, അത് തെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ലാഷിന് പകരം നമുക്ക് അവിടെ പെർ ഉപയോഗിക്കാൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളത് തെറ്റാണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളത് തെറ്റാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പ്രതീകമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രതീകം തന്നെ ഉപയോഗിച്ച് എഴുതണം, പേരുപയോഗിച്ചാണ് എഴുതുന്നതെങ്കിൽ പേര് തന്നെ ഉപയോഗിച്ച് വേണം നമുക്ക് എഴുതാനായിട്ട്. ഇത് നോക്കിയേ, കിലോഗ്രാം ഒരു ചെരിഞ്ഞ വര സ്ലാഷ് ഉപയോഗിക്കുന്നു, പെർ ക്യൂബിക് മീറ്റർ എന്ന് എഴുതുന്നത്, അതും തെറ്റാണ്. അപ്പോൾ അവിടെ എന്ത് വേണം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വേർഡ്സിൽ തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കാര്യങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. നമുക്കിട്ട് പണി തരാൻ വേണ്ടിയൊക്കെ ക്വസ്റ്റിനൊക്കെ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റിനൊക്കെ വേണമെങ്കിൽ നല്ല രീതിയിലൊക്കെ ക്വസ്റ്റിൻ ഉണ്ടാക്കാവുന്നതാണ്. നല്ല സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ ന്യൂ പാറ്റേൺ ക്വസ്റ്റിനൊക്കെ ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ ഫോം ചെയ്തെടുക്കാവുന്നതാണ്. പലപ്പോഴും ഇതുവരെ ക്വസ്റ്റിനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഇനിയുള്ളൊരു കോമ്പറ്റീഷൻ്റെ ലെവൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റിൻ്റെ രീതിയൊക്കെ മാറുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പഠിക്കുമ്പോഴത്തേക്ക് കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അവയുടെ യൂണിറ്റും പിന്നെ അതുപോലെ തന്നെ പാഴ്സെക്ക്, ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചു പോകാറുള്ളൂ. ഈ കാര്യങ്ങളൊന്നും നോക്കാറില്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ യൂണിറ്റുകളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇനി അടുത്ത നിയമം പറയുന്നത്, 9ാമത്തെ നിയമം പറയുന്നതാണ്: അളവുകളുടെ മൂല്യവുമായി ചേർത്ത് യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ സ്പേസ് നൽകേണ്ടതാണ്. ഇപ്പോൾ താപനില നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 100 കെൽവിൻ, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിയോ 273 കെൽവിനാണ്. അപ്പോൾ 273 കെൽവിൻ എന്ന് എഴുതുമ്പോൾ 273 എഴുതിയിട്ട് ഒരു സ്പേസ് കഴിഞ്ഞ് അതിൻ്റെ പ്രതീകം കെൽവിൻ എന്ന പ്രതീകം കൊടുക്കാവുള്ളൂ. അതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അല്ലാതെ 273ൻ്റെ കൂടെ കെൽവിൻ എന്ന പ്രതീകം കൂടെ ചേർത്ത് എഴുതുന്നത് തെറ്റാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ 100 മീറ്റർ, 100 എന്ന് എഴുതി ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞ് മീറ്ററിൻ്റെ പ്രതീകം കൊടുക്കുന്നത്, അതാണ് ശരിയായിട്ടുള്ള രീതി. അല്ലാതെ 100ൻ്റെ കൂടെ മീറ്ററിൻ്റെ പ്രതീകം ചേർത്ത് എഴുതുന്നത് തെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. ഇനി
അടുത്ത 10ാമത്തെ നിയമം പറയുന്നതാണ്, ഒരളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത്. ഒരളവിനെ സൂചിപ്പിക്കുവാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത്. അതായത് ഇപ്പോൾ നമ്മൾ മീറ്ററിൽ പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ 10.25 മീറ്ററാണ്. അപ്പോൾ അവിടെ ദൂരം അവിടെ പ്രസ്താവിക്കുന്നത് അല്ലേ, 10.25 മീറ്റർ എന്നുള്ളത് അങ്ങനെ എഴുതുന്നത് ശരിയാണ്. മീറ്ററിൽ തന്നെ ഒരു യൂണിറ്റിൽ തന്നെ വേണം അതിനെ എക്സ്പ്രസ് ചെയ്യേണ്ട. അല്ലാതെ ഈ 10.25 എന്നതിന് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാൻ സാധിക്കും. 10 മീറ്ററും 25 സെൻറ്റിമീറ്ററുമാണ് 10.25 എന്നും പറഞ്ഞ് നമ്മൾ യൂണിറ്റുകൾ എഴുതുമ്പോഴത്തേക്ക് 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ 2 യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു അളവിനെ നമുക്ക് സൂചിപ്പിക്കുവാൻ സാധിക്കില്ല. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. ഒരളവിനെ എപ്പോഴും ഒരു യൂണിറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ടേ സൂചിപ്പിക്കാവുള്ളൂ അല്ലെങ്കിൽ രേഖപ്പെടുത്താവുള്ളൂ. അതാണ് അടുത്ത നിയമം എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂണിറ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട നിയമങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരു 10 പറഞ്ഞു. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിക്കുക, നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് വേണം പോകാനായിട്ട്. നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോവുക. നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങി നമ്മുടെ ജോലി ചെയ്യുന്ന സ്വപ്നം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മറ്റൊരു SCERT ടോപ്പിക്കുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക്